ഭാരതത്തിന്റെ വികസന കുതിപ്പും സാംസ്കാരിക പാരമ്പര്യവും ഒരുപോലെ പ്രതിഫലിക്കുന്നതാണ് ഇത്തവണയും റിപ്പബ്ലിക് ദിന പരേഡിലെ നിശ്ചല ദൃശ്യങ്ങൾ. 17 സംസ്ഥാനങ്ങളുടെയും 13 മന്ത്രാലയങ്ങളുടെയും ടാബ്ലോകൾ തയ്യാറായി കഴിഞ്ഞു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150 വർഷങ്ങളെന്ന മുഖ്യ പ്രമേയത്തിലാണ് റിപ്പബ്ലിക് ദിന പരേഡ് അണിഞ്ഞൊരുങ്ങുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ പരേഡായതിനാൽ പ്രതിരോധ രംഗത്തെ കരുത്ത് വിളിച്ചോതുന്ന ആയുധങ്ങൾ, ഉപകരണങ്ങൾ എന്നിവയുടെ കൂടുതൽ പ്രദർശനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം 30 നിശ്ചല ദൃശ്യങ്ങളും അണിനിരക്കും. സ്വതന്ത്രതാ കാ മന്ത്ര, വന്ദേമാതരം, സമൃദ്ധി കാ മന്ത്ര, ആത്മനിർഭർ ഭാരത് എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിശ്ചല ദൃശ്യങ്ങൾ തയ്യാറാക്കിയത്. ഈ വർഷം നമ്മുടെ പരേഡിലെ മെയിൻ തീം എന്ന് പറയുന്നത് 150 വർഷം ആയിട്ടുള്ള നമ്മുടെ വന്ദേമാതരം സോങ്ങിൻ്റെയാണ് ഇതിന് മെയിൻ തീമായിട്ട് വെച്ചിരിക്കുന്നത്. 17 ടാബ്ലോസ് വിവിധ സംസ്ഥാനങ്ങളുടേതും 13 ടാബ്ലോസ് വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും സർവീസസിൻ്റെയുമാണ്. ആർമി, നേവി, എയർഫോഴ്സിൻ്റെയൊക്കെയാണ്. കർത്തവ്യപഥത്തിൽ ഒരു ബാറ്റിൽ സിമുലേഷൻ ഇത്തവണ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അനിമൽ കണ്ടിൻജൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ 2500ഓളം ആർട്ടിസ്റ്റുകൾ അണിനിരക്കുന്ന ഒരു കൾച്ചറൽ ഷോ തന്നെ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതാണ്. പുതുതായി രൂപീകരിച്ച ഭൈരവ് കമാൻഡോ ബറ്റാലിയൻ, ബാക്ടീരിയൻ ഒട്ടകങ്ങളും പരുന്തുകളും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടുന്ന കരസേനയുടെ ആനിമൽ കണ്ടിജന്റും ആദ്യമായി പരേഡിൽ പങ്കെടുക്കും. വാട്ടർ മെട്രോ, ഡിജിറ്റൽ സാക്ഷരത എന്നീ ആശയത്തിലാണ് കേരളത്തിന്റെ നിശ്ചല ദൃശ്യം കർത്തവ്യപഥത്തിലെത്തുക. നമ്മുടെ ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ വാട്ടർ മെട്രോയും ഡിജിറ്റൽ ലിറ്ററസിയുമാണ്. സംസ്ഥാനം നേടിയ 2 പ്രധാന അച്ചീവ്മെൻറ്റുകളാണ് അവതരിപ്പിക്കുന്നതിനായിരുന്നു നമ്മുടെ സ്പെഷ്യൽ സെക്രട്ടറി TV സുഭാഷ് IASന്റെ നിർദ്ദേശം. അത് അനുകരണീയമായ ഒരു മാതൃകയാണ്. ഓരോ സംസ്ഥാനങ്ങളും തനത് കലാരൂപങ്ങളും പ്രദർശിപ്പിക്കും. മഖാന കൃഷിയുടെ മൂല്യവും പ്രചാരണവുമാണ് ബീഹാർ പരേഡിൽ ഉൾപ്പെടുത്തിയത്. Superfood makhana, local se global tak. So this highlights the National Makhana Board, which the PM also told us during the election rally that in Bihar, Purnia, this board will be set up. സൈനിക ശക്തി പ്രകടമാക്കുന്നതോടൊപ്പം രാജ്യത്തിൻ്റെ സാംസ്കാരിക കലാ വൈവിധ്യവും ആത്മനിർഭർ ഭാരതിലേക്കുള്ള യാത്രയും വ്യക്തമാക്കുന്നതാണ് റിപ്പബ്ലിക് ദിന പരേഡിനൊരുങ്ങുന്ന നിശ്ചല ദൃശ്യങ്ങൾ. ഡൽഹിയിലെ രംഗശാല ക്യാമ്പിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.